അതൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കാണ്. അങ്ങനെയുള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മഴ വരുന്നുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിലാണ്. കോട്ടക്കൽ ബൈപ്പാസ് എന്തുകൊണ്ട് തുറക്കുന്നില്ല പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾക്കും ഇവിടെ ഒന്ന് പോയി നോക്കാം എന്തുകൊണ്ടാണ് തുറക്കാത്തത്. വളരെ കൂടുതൽ വർക്ക് കംപ്ലീറ്റ് ആയൊരു ഭാഗം കൂടെയാണ് കോട്ടക്കൽ ബൈപ്പാസ്. വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി കംപ്ലീറ്റ് ആവാനുള്ളൂ. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇതുവഴി കടന്നു പോയ ഒരു ലോറി ഇതാ ഇവിടെ ടയർ പഞ്ചറായതാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ കല്ലുമായിട്ട് പോകുന്ന വണ്ടിയൊക്കെയാണ്. അപ്പോൾ ഇതുവഴി ഹൈവേ ഒക്കെ കംപ്ലീറ്റ് ആയി വർക്കൊക്കെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നല്ല ടയറൊക്കെ ഉള്ള വണ്ടികൾക്ക് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെയൊക്കെ സെൻറ്റർ ഭാഗത്തൊക്കെ കംപ്ലൈൻ്റ് ആയൊക്കെ നിന്ന് കഴിഞ്ഞാൽ മറ്റ് വേക്കിൽ വരുന്ന വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും, അപകടങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ആ ഭാഗമൊക്കെ കാണിച്ചതാണ്. ഇനിയിപ്പോൾ അവിടെ പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല രീതിയിൽ വർക്കുകൾ എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടം വരെയാണ് ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. അതിന് മുന്നേ ഇപ്പുറത്ത് താഴ്ഭാഗത്ത് എന്താണ് നോക്കാം. ഈ ഭാഗത്തൊക്കെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. കണ്ടില്ലേ, ആ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൂടെ ഒരു തായ് ഭാഗത്തൂടെ ഒരു ഡ്രൈനേജ് കടന്നു പോകുന്നുണ്ട്. ആ ഡ്രൈനേജിൻ്റെ ഭാഗത്താണ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. കല്ലൊക്കെ പതിച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട്. സർവീസ് റോഡ് നല്ല രീതിയിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ വാഹനങ്ങൾ പഠിക്കണമൊക്കെ ഉണ്ട്. കുറേ പേര് ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജൊക്കെ അയച്ചിരുന്നു. അപ്പോൾ നമുക്ക് പോയി നോക്കാം. വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനി കോട്ടക്കൽ ബൈപ്പാസിൽ വരാനുള്ളത്. അപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത് പോയി നോക്കാം. മഴ വരുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് വന്നതാണ്. ഇവിടെ കാണാൻ നമുക്ക് ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ഡ്രൈനേജ് വർക്ക് നടക്കാനുള്ളത്. ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രമാണ് ഇവിടെ കംപ്ലീറ്റ് ആവാനുള്ളൂ. പിന്നെ മുകൾ ഭാഗത്ത് അവിടെ പുതുതായിട്ട് ഒരു കോൺക്രീറ്റ് വാളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇതുപോലെ സോയിൽ നെയിലിങ് ചെയ്യാനുണ്ട്. സോയിൽ നെയിലിങ് ഒന്നില്ലെങ്കിൽ ഇവിടെ ഈ വാള് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും. അതാണെന്ന് തോന്നുന്നത്. ഇവിടെ കുറച്ച് ഹൈറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാം നമുക്ക്. ഇവിടെയൊക്കെ ഇപ്പോൾ ടാറിങ് ചെയ്തിട്ടുണ്ട്. ക്രാഷ് ബാരിയറുകളൊക്കെ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട്. കാണാം നമുക്ക്. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഈ ഭാഗത്തും ടാറിങ് ചെയ്യുമായിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ്. അപ്പം നമുക്ക് അടുത്ത് പോയി നോക്കാം. അവിടെ ഇപ്പോൾ ഡ്രില്ല് ചെയ്ത് പാറകളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. സൈഡിൽ ഉള്ള കോൺക്രീറ്റുകൾ വരെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഡ്രൈനേജിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഈ ഭാഗത്തൊക്കെ താഴെയൊക്കെ ഇവിടെയൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ടാർ ചെയ്ത് ഇവിടം വരെ ടാർ ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ വീതിയിൽ ഉള്ള ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ് വരാനുള്ളത്. ഇതിലും കൂടുതൽ വർക്ക് കംപ്ലീറ്റ് ആയ ഭാഗത്ത് കഴിയാത്ത ഭാഗത്തൂടെയൊക്കെ വാഹനങ്ങൾ ഇതിന് മുന്നേയൊക്കെ ഓടിച്ചിരുന്ന് എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല ഒരു ഐഡിയ ഇല്ല. ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിലൂടെ വാഹനങ്ങൾ പോവുകയാണെങ്കിൽ കോട്ടക്കൽ ഭാഗത്തുള്ള ബ്ലോക്കുകളൊക്കെ ശരിക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വലിയൊരു ബ്ലോക്കാനാണ് കോട്ടക്കൽ ഭാഗത്തൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ മഴ വരുന്നുണ്ട്. നമുക്ക് വേഗം അടുത്ത് പോയി നോക്കാം. ഇവിടെ കാണാം നമുക്ക് പാറ ഡ്രില്ല് ചെയ്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറെ മുന്നേ തന്നെ വലിയ കംപ്രസർ മെഷീന് കൊണ്ടുവന്നിട്ട് പാറ തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒന്നുകൂടെ അതൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കുകയാണ്.
അങ്ങനെയുള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ടാർ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു സൈഡിലൂടെ എന്നാലും വാഹനങ്ങൾക്ക് കടന്നു പോവാം. എന്തുകൊണ്ടാന്ന് അറിയില്ല, തുറന്നു കൊടുത്തിട്ടില്ല. ഡ്രൈനേജിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഭാഗത്ത് കുറച്ചൊരു തോട് പോലെ ആക്കിയിട്ട് അതിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. ഒരു മലമുകളിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്ന പോലെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പൊ ഇത് ഉറവാണ്. ഇത്രയും വലിയ രീതിയിലുള്ള ഉറവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടാർ ചെയ്ത ഭാഗത്തുനിന്ന് കുറെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങോട്ട്. അപ്പൊ മഴ വരുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാണ്. അപ്പൊ ഇതാണ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൽ വളരെ കുറഞ്ഞ വർക്ക് മാത്രമാണ് ഉള്ളത്, എന്നിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടുന്ന് മുകൾ ഭാഗത്തൊക്കെ സോയിലിംഗ് ഒക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറെ ഭാഗത്ത് വീണ്ടും പൈപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഈ സോയിലിംഗ് ചെയ്ത ഭാഗത്തുള്ള ചുമരിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. കുറച്ച് ഭാഗത്തൊക്കെ വീണ്ടും ഡ്രൈനേജിന്റെ ഭാഗത്ത് മുകൾ ഭാഗത്തൊക്കെ വീണ്ടും ടാറിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ മഴ വരുന്നുണ്ട്. മഴ പോയിട്ടില്ല. നമുക്ക് കാണാം ഇവിടെ എല്ലാ പൈപ്പിൽ നിന്നും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം ഇത് ഡ്രൈനേജിക്ക് വീണിട്ടാണ് അങ്ങോട്ട് താഴെ പോകുന്നത്. ഇവിടെ ഇങ്ങനെ കാണാം, നല്ല സ്പീഡിൽ വെള്ളം ഒഴുകി പോകുന്നത് കാണാം. നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമാണ്, നല്ല അടിപൊളി വെള്ളം. ഈ ഭാഗത്ത് റോട്ടിലേക്ക് വരരുത് എന്ന് കൊണ്ടാ ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗത്ത് മുകൾ ഭാഗത്തൊക്കെ ഡ്രൈനേജിന്റെ മുകളിൽ ഇങ്ങനെ മണ്ണ് വെച്ചിട്ടുണ്ട്. അധികം പൈപ്പിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കോവളം ബോർഡ് പുതിയ കാണാം. കോവളം ബീച്ച് 370, മൂന്നാർ 267, വളാഞ്ചേരി 15 പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പുതുതായിട്ട്. ഈ ഭാഗത്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. അവിടം വരെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരിക. കുറെ കുട്ടികൾ ഇതൊക്കെ കാണാം. ആ ഭാഗത്തൊക്കെ കുറെ കുട്ടികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ബൈക്കിന്റെ ടെസ്റ്റിങ് നടത്തണേ. അതിന് പറ്റിയൊരു സ്ഥലം കൂടെയാണ്. ഇതിലെ വാഹനങ്ങളൊന്നും കടന്നു പോകണില്ല, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ വണ്ടിയൊക്കെ ഓടിക്കാം. അധികം അറിയുന്ന ആളുകളൊക്കെ അധികം പേരും ഇതിലൂടെ തന്നെയാണ് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോവുകയാണെങ്കിൽ ചെങ്കുവെട്ടി കോട്ടക്കൽ ഭാഗത്തുള്ള ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും വാഹനങ്ങൾ ഇതില് കടന്നു പോവുകയാണെങ്കിൽ. അപ്പൊ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ തുറന്നു കൊടുക്കാത്തതായിട്ടുള്ള കമന്റുകൾ കണ്ടു. അപ്പൊ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി വർക്കുള്ളത്. ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിലെ കടന്നു പോകുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അറിയുന്ന വാഹനങ്ങൾ അറിയുന്ന ആളുകളൊക്കെ ഈ വഴിയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഫിനിഷിംഗ് വർക്കുകളൊക്കെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.